അതായത് താരസംഘടനയിലെ സംഭവ ബഹുലമായ ഇന്നലകൾ, പ്രത്യേകിച്ച് ശ്വേതാമേനോന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അടക്കം രാജിവെച്ചതിന് ശേഷം ന്യൂസ് 18 നൽകിയ എക്സ്ക്ലൂസീവ് അഭിമുഖം ആണ്. ആ അഭിമുഖം നടത്തിയ ഹരികൃഷ്ണൻ തന്നെയാണ് ഇപ്പോൾ തത്സമയം ചേരുന്നത്. ഹരി, ഒട്ടേറെ കാര്യങ്ങൾ അൻസിബ പറഞ്ഞു വെക്കുന്നു. ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേട് അത് തെളിവ് സഹിതം ആണ് അവതരിപ്പിച്ചത്. തുറന്നു പറച്ചിലുകൾ ഉണ്ടായതോടുകൂടി താൻ നേരിടേണ്ടി വന്ന തിക്താനുഭവങ്ങൾ ഉൾപ്പെടെ വെളിപ്പെടുത്തുന്ന സാഹചര്യം ആണ് ഉള്ളത്. പ്രത്യേകിച്ച് അൻസിബ പറയുന്നത് പോലെ തന്നെ, അതായത് വനിതകളാൽ സമ്പന്നമായ ഒരു ഭരണനിരയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് വനിതകൾക്കധികം പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് പൊതുവെ പ്രതീക്ഷിക്കപ്പെട്ടിരുന്ന ഇടത്താണ് പുതിയ ഭരണസമിതി അധികാരത്തിലേറി ഉടൻ തന്നെ അതൊരു വലിയ പൊട്ടിത്തെറിയിൽ കലാശിച്ചു എന്നത്. എന്തൊക്കെ ക്രമക്കേടുകൾ, എന്തൊക്കെ ഗുരുതരമായ ആരോപണങ്ങളാണ് അൻസിബ ഉന്നയിക്കുന്നത്? അഭിലാഷ്, സത്യം പറഞ്ഞാൽ കേട്ടാൽ ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലുകളാണ് മുൻ ജോയിന്റ് സെക്രട്ടറിയായ അൻസിബ ഹസൻ നടത്തിയിരിക്കുന്നത്. EC അംഗങ്ങളിൽ ഒരാളായ അൻസിബയ്ക്ക് അവിടെ നടക്കുന്ന കാര്യങ്ങളിൽ കൃത്യമായ ബോധ്യമോ അവിടെ നടത്തുന്ന മീറ്റിങ്ങുകളിൽ കൃത്യമായ ധാരണയോ നൽകാൻ പ്രസിഡന്റോ ജനറൽ സെക്രട്ടറിയോ ട്രഷററോ ഉൾപ്പെടെയുള്ള അംഗങ്ങൾ നടത്തിയിട്ടില്ല എന്നുള്ള കൃത്യമായ വെളിപ്പെടുത്തലുകൾ നടത്തുന്നു. പല കാര്യങ്ങളാണ് അൻസിബ മുന്നോട്ട് വെക്കുന്നത്. സാധാരണയായി അൻസിബ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഓരോ പ്രതികരണങ്ങളാണ് നടത്തുന്നത്. പക്ഷേ നാളെ തുടക്കം മുതൽ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും അൻസിബ ഒരൊറ്റ അഭിമുഖത്തിൽ ആദ്യമായിട്ട് പറയുന്നത് നമുക്കൊപ്പമാണ്. അതിനകത്ത് ഇതുവരെ ഒരുപക്ഷെ ജനറൽ ബോഡിയിൽ പോലും ആ അംഗങ്ങൾ 500-ലധികം അംഗങ്ങളോട് പോലും പറയാത്ത പല കാര്യങ്ങളും ഈ അഭിമുഖത്തിൽ അൻസിബ പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അതായത് സോഫ്റ്റ് കോപ്പിയിൽ ഒരു കണക്ക്, ഹാർഡ് കോപ്പിയിൽ മറ്റൊരു കണക്ക്. അംഗങ്ങൾക്ക്, കൂടി നിന്ന അംഗങ്ങൾക്ക് പോലും കണക്ക് തമ്മിലുള്ള മിസ്മാച്ച് വ്യക്തമായിരുന്നു. അതും 1-2 ലക്ഷം രൂപയൊന്നുമല്ല, 70 ലക്ഷം രൂപയുടെ സാമ്പത്തിക ക്രമക്കേടുകൾ എങ്ങനെ നടത്തി, ആര് നടത്തി എന്നുള്ള കൃത്യമായ തെളിവുകൾ അൻസിബ ജനറൽ ബോഡിക്ക് മുന്നാകെ വെച്ചിരുന്ന സാഹചര്യത്തിലാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ 17 അംഗങ്ങൾക്കും ഉത്തരം കിട്ടാതെ രാജിവെക്കേണ്ടി പുറത്തു പോകേണ്ടി വന്നത്. ആ സാഹചര്യമാണ് അൻസിബ ഇവിടെ വിരൽ ചൂണ്ടുകയും ചെയ്യുന്നത്. ഒന്നാമത്തത് മരുന്ന് തട്ടിപ്പാണ്. ഈ മരുന്ന് തട്ടിപ്പ് സാധാരണയായുള്ള അംഗങ്ങൾക്ക് സഞ്ജീവനി എന്ന പദ്ധതിയിലൂടെ നടത്തുന്ന ഈ മരുന്ന്, അതിലൂടെ ക്രമക്കേടുകൾ നടത്തി. അതിൽ നടനായ വിഷ്ണു ഉണ്ണികൃഷ്ണനായിരുന്നു മരുന്നുകൾ ആദ്യം സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത് കഴിഞ്ഞ ഭരണസഭയിൽ. എന്നാൽ പിന്നീട് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അധികാരത്തിലേക്ക് ഏറിയതിനു ശേഷം വിഷ്ണു ഉണ്ണികൃഷ്ണ മരുന്ന് കമ്പനിയുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുമുള്ള മറുപടിയും പറയാതെ സഞ്ജീവനി പദ്ധതിയുടെ തലപ്പത്ത് നിന്ന് അൻസിബ ഹസനോട് ഒരു വാക്ക് പോലും പറയാതെ അൻസിബയെ ആ സ്ഥാനത്ത് നിന്ന് തന്നെ നീക്കി. ചോദ്യം ചെയ്യാൻ പോലും കഴിയാത്ത രീതിയിൽ വാ മൂടിക്കെട്ടിച്ചു ഇക്കഴിഞ്ഞ 10 മാസങ്ങളിലും എന്നുള്ളത് കൃത്യമായ ഗൗരവകരമായ കാര്യമാണ്. കാരണം സ്ത്രീകൾ അധികാരത്തിലേക്ക് വരുമ്പോൾ സ്ത്രീകൾക്ക് ശബ്ദിക്കാൻ ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ പോലും കഴിയുന്നില്ല എന്നുള്ള ഗുരുതരമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് അൻസിബയുടെ വെളിപ്പെടുത്തലിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ മരുന്ന് തട്ടിപ്പിലൂടെ സാമ്പത്തികമായ ക്രമക്കേടുകൾ ഇതിന്റെ തലപ്പത്തുള്ളവർ നടത്തിയെന്നും അൻസിബ പറയുന്നുണ്ട്. അതിന് കൃത്യമായ തെളിവുകൾ സഹിതം അൻസിബ പുറത്ത് പറയുകയും ചെയ്തത്. ഈ ആനുകൂല്യങ്ങൾ കിട്ടേണ്ടത് ഇന്ന് സിനിമകൾ പോലും ഇല്ലാത്ത 5000 രൂപ പെൻഷൻ പറ്റുന്ന പല ആളുകളുമാണ്. ആ സഞ്ജീവനി പദ്ധതിയിൽ നിന്നും അൻസിബയെ മാറ്റുമ്പോൾ പോലും അവിടെയുള്ള അംഗങ്ങളെ അറിയിക്കാൻ പോലും അൻസിബയെ സമ്മതിപ്പിച്ചില്ല എന്നുള്ളതും കൂടി പറയുന്നു. അതായത് ഞങ്ങൾ അറിയിച്ചോളാം, അൻസിബ ഇനി ഒരു അംഗങ്ങളുമായിട്ട് സംസാരിക്കേണ്ട, എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലോ ജനറൽ ബോഡി അംഗങ്ങളിലോ സാധാരണ അംഗങ്ങളോട് പോലും സഞ്ജീവനി പദ്ധതി ഇത്രയും നാളും തലപ്പത്ത് നിന്ന് അൻസിബ ഇനി ഒരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ വേണ്ട, വാ മൂടിക്കെട്ടാൻ ശ്രമിക്കുന്നു. സത്യങ്ങൾ പുറത്ത് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് വാ മൂടിക്കെട്ടാൻ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ്. താരസംഘടനയിൽ അഴിമതികൾ നടത്തണമെങ്കിൽ പലരുടെയും വാ മൂടിക്കെട്ടണമെന്ന അവസ്ഥ, അതിൽ നിന്നും പുറത്തു വരാൻ വേണ്ടിയിട്ടാണ് അൻസിബയുടെ ഭാഗത്തു നിന്നും ഇങ്ങനെയുള്ള നീക്കങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. അത് തുറന്നു പറയുകയാണ് അൻസിബ ഇക്കാര്യത്തിൽ ചെയ്തിരിക്കുന്നത്. അതും ഹാർഡ് കോപ്പിയിൽ ഒരു കണക്ക്, സോഫ്റ്റ് കോപ്പിയിൽ മറ്റൊരു കണക്ക് എന്നുള്ള രീതിയിലാണ് പോകുന്നത്. അതിന്റെ മിസ്മാച്ചുകൾ ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് 45 ദിവസം സമയം ഇനിയും ആവശ്യപ്പെട്ടത് എന്നത് പറയുന്നു. അതുമാത്രമല്ല, അഡ്ഹോക് കമ്മിറ്റി ഇപ്പോൾ പുതിയ അധികാരത്തിലേക്ക് വരുമ്പോൾ പോലും ഈ കണക്കുകൾ തമ്മിൽ പൊരുത്തപ്പെടാൻ KB ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് ആ കണക്കുകൾ ഒരുമിപ്പിക്കാൻ അഡ്ഹോക് കമ്മിറ്റി ശ്രമിക്കുമെന്നാണ്. അതിൽ തനിക്ക് പ്രതീക്ഷയില്ലെന്ന് അൻസിബ പറയുന്നു. കാരണം അത്രയധികം അഴിമതികൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട് എന്നതും കൂടി പറയുന്നു. മരുന്ന് കമ്പനികളുമായിട്ടുള്ള ഡീലിങ്ങുകൾ, ഏറ്റവും കുറഞ്ഞ കൊട്ടേഷനിൽ ആര് മരുന്ന് തരുന്നു അവർക്ക് കൊടുക്കും. പക്ഷേ ആ കൊട്ടേഷനുമായി ബന്ധപ്പെട്ട് പോലും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള ആരും പറഞ്ഞിട്ടില്ല. പോയിന്റ് നമ്പർ 1 മരുന്നുകളിലാണ് ആദ്യത്തെ സാമ്പത്തിക തട്ടിപ്പ്. പോയിന്റ് നമ്പർ 2 എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളുടെ കാറ്ററിംഗ് സർവീസുകളിൽ പോലും ഈ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഈ 17 അംഗങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഒരു റോയൽ ഭക്ഷണം, അതിന് റോയൽ കാറ്ററേഴ്സിന് കൃത്യമായ കണക്കുകൾ, അതിലും സാമ്പത്തിക തട്ടിപ്പ് നടത്തിക്കൊണ്ട് ജനറൽ ബോഡിയിൽ അല്ലാതെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ പോലും ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ നടത്തുന്നുണ്ട്. ഇതെല്ലാം അംഗങ്ങളുടെ പൈസയും കൂടിയാണ് എന്നതും കൂടി ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ കാര്യങ്ങളോട് കൂടി ഓർക്കുക. അവർക്കാർക്കും ഇതുമായി ബന്ധപ്പെട്ടൊരു അറിയിപ്പോ ഇതിങ്ങനെ നടത്തുമെന്നോ ഒന്നും അറിയില്ല. അത് ചോദ്യം ചെയ്ത അൻസിബയെ അവിടെ നിന്ന് നിശബ്ദമാക്കി, ഭക്ഷണം കൊടുക്കാത്ത രീതിയിലാക്കി, അവിടെ കഴിച്ചില്ല എന്ന് അൻസിബ എന്നതും കൂടി തുറന്നു പറയുകയും ചെയ്തു. ഇതെല്ലാം ആദ്യത്തെ കമ്മിറ്റിയിലാണ്. പോയിന്റ് നമ്പർ 3
ജോയിന്റ് സെക്രട്ടറിയായ അൻസിബയ്ക്ക് കൊടുത്തിരുന്ന ക്യാബിനിൽ പോലും ആ പേര് വെട്ടിമാറ്റി ട്രഷററായ ഉണ്ണി ശിവപാലിന്റെ പേരെടുത്ത് വെക്കുകയാണ്. അതായത് തനിക്ക് ലഭിച്ചിരിക്കുന്ന ക്യാബിനിൽ പോലും തന്നെ ഒരു ദിവസം പോലും ഇരിക്കാൻ സമ്മതിക്കാതെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ തുടക്കം മുതൽ തന്നെ മാനസികമായി പീഡിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയെന്നും അൻസിബ പറയുന്നുണ്ട്. ഒരു ക്യാബിന്റെ പേരിൽ ബഹളം വെക്കാൻ തുടങ്ങുമെന്ന് പോലും തനിക്ക് കിട്ടുമുള്ള വാക്കുകൾ പേടിച്ചുകൊണ്ട് മാത്രമാണ് ആദ്യം തൊട്ട് ഇത് പുറത്ത് പറയാത്തതെന്നും അൻസിബ പറയുന്നുണ്ട്. പോയിന്റ് നമ്പർ 4, ലക്ഷ്മിപ്രിയയുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കേസുകളിൽ കൂടി അൻസിബ തുറന്ന് പറയുന്നുണ്ട്. ആ പരാതിയിൽ താൻ പറയുന്നതിന്റെ കാര്യങ്ങൾക്ക് തൊട്ട് മുകളിലായി, അതായത് അൻസിബയുടെ ഭർത്താവുമായി ബന്ധപ്പെട്ടുള്ള പരാതിയുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നു, ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് അൻസിബ ഇട്ടിരിക്കുന്ന സിഗ്നേച്ചറിന് തൊട്ട് മുകളിലായി അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അൻസിബ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം കൃത്യമായി എഴുതി ചേർത്തു, 2 വരി എഴുതി ചേർത്തു എന്ന കാര്യം കൂടി അൻസിബ പറയുന്നു. അത് കണ്ടിട്ട് തനിക്ക് ഞെട്ടൽ സംഭവിച്ചു എന്നാണ് പറയുന്നത്. കേരള പോലീസിൽ പോലും ഇതുപോലുള്ള കാര്യങ്ങൾ നടക്കുന്നതാണ്. അതും സെലിബ്രിറ്റികളായ തങ്ങൾക്ക് പോലും ഇത് സംഭവിക്കുന്നുണ്ടെങ്കിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ള കാര്യം കൂടി പറയുന്നു. നമുക്കറിയാം, പോലീസ് കേസുമായി ബന്ധപ്പെട്ട് കഴമ്പില്ല എന്ന കാരണത്താൽ അൻസിബയുടെ കേസ് ഏറ്റെടുക്കാൻ കഴിയാത്ത സാഹചര്യം വന്നു. പക്ഷേ വനിതാ ACP രേഷ്മയ്ക്കെതിരെ വീണ്ടും തുടർന്നടിക്കുകയാണ് അൻസിബ. അതോടൊപ്പം തന്നെ ലക്ഷ്മിപ്രിയയ്ക്കെതിരെയും തുറന്ന് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. തന്നോട് ഒപ്പിടാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ നിന്നും വിപരീതമായി താൻ പോലും അറിയാതെ 2 വരി ചേർത്ത് ആണ് പിന്നീട് പോലീസ് അത് എഴുതി ചേർത്തത് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലും കൂടിയാണ് അൻസിബ ഇതിൽ നടത്തിയിരിക്കുന്നത്. സാമ്പത്തിക ആരോപണങ്ങൾ ഒരു ഭാഗത്ത് നടത്തുമ്പോൾ തന്നെ പലപ്പോഴായി അൻസിബയ്ക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന അംഗങ്ങൾ ഉൾപ്പെടെ കണ്ടു. അതിൽ മാലാ പാർവതി പറഞ്ഞൊരു കാര്യം, മന്ത്രിയാകാൻ വരെ യോഗ്യതയുണ്ട് അൻസിബ എന്നാണ്. പക്ഷേ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ തനിക്ക് ഉദ്ദേശമില്ല എന്നും അടുത്ത ഭരണസമിതിയിൽ താൻ എത്തില്ല എന്നത് കൂടി കട്ടായം പറയുകയാണ് അൻസിബ. അങ്ങനെ തീർച്ചയായും അവിടെ ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യം ഹരി നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അതായത് ഭരണസമിതിയിൽ നിന്ന് രാജിവെച്ചവർ, അമ്മയിലെ അംഗത്വം പോലും രാജിവെച്ചവർ, പലരിൽ നിന്നും ഇനിയും കുറേയേറെ പ്രതികരണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുമുണ്ട്. ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ അത് ഉണ്ടായേക്കാം. ശ്വേതാ മേനോൻ ഉൾപ്പെടെയുള്ളവർ മാധ്യമങ്ങളെ കണ്ടേക്കാം. ന്യൂസ് 18 അൻസിബ നൽകിയിട്ടുള്ള ഈ അഭിമുഖം, ഇതിലൂടെ നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തലുകൾ, അത്തരം വിഷയങ്ങളിൽ തീർച്ചയായും അവർക്ക് കൃത്യമായ മറുപടി നൽകേണ്ടതായി വരില്ലേ? തീർച്ചയായും ഒരു സംശയമില്ല അക്കാര്യത്തിൽ. ശ്വേതാ മേനോൻ, ലക്ഷ്മിപ്രിയയും ഉടൻ തന്നെ മാധ്യമങ്ങളെ കാണുമെന്നാണ് പറയുന്നത്. മാധ്യമങ്ങളെ കാണുകയാണെങ്കിൽ അൻസിബ നടത്തിയിരിക്കുന്ന ഈ വെളിപ്പെടുത്തലുകൾക്ക് കൃത്യമായ മറുപടിയും കൂടി നൽകേണ്ട ഉത്തരവാദിത്തമുണ്ട്. അതോടൊപ്പം തന്നെ അൻസിബ ഒരു ചാനലിനെതിരെയും കൂടി സംസാരിക്കുന്നുണ്ട്. ആ ചാനൽ അന്നത്തെ ദിവസം, അതായത് ജനറൽ ബോഡി യോഗത്തിലെ വാർത്ത കേൾപ്പിക്കില്ല, അല്ലെങ്കിൽ ഞങ്ങൾ അത് സംപ്രേഷണം ചെയ്യില്ല എന്ന ചാനലിനെതിരെയും സംസാരിക്കുന്നുണ്ട്. ഇതെങ്ങനെയാണ് സമൂഹത്തിന് ഇല്ലാത്ത ഒരു വാർത്തയായിട്ട് മാറുന്നത്? ഇത് സമൂഹത്തിലുള്ള ഒരു വാർത്തയാണ്. സെലിബ്രിറ്റികൾ സമൂഹത്തിന്റെ ഭാഗമാണ്. മതപരിവർത്തനം ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ, അത്രയും ഗ്രാവിറ്റി ഉള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇത്രയധികം മാധ്യമങ്ങൾക്ക് സഹകരിക്കാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് ആ മാധ്യമത്തിന് മാത്രം സഹകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ള ചോദ്യം കൂടി അൻസിബ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട്. അത് കണ്ടിട്ട് ഞെട്ടലാണ് തനിക്ക് ഉണ്ടായത്. ഒരു മാധ്യമ തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഹരി, ഇവിടെ ഒരു സ്ത്രീയാണ് പരാതിക്കാരി എന്നുള്ളതുണ്ട്. അവർ ഏത് സംഘടനയിലും പെട്ടതാകട്ടെ, അത് താരസംഘടന എന്നത് സിനിമാ നടിമാരുടെയും നടന്മാരുടെയും സംഘടനയാണ്. അവരെ താരങ്ങൾ എന്നൊക്കെ പൊതുവെ വിശേഷിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ ആളുകൾക്ക് അങ്ങനെ എത്തിപ്പിടിക്കാവുന്ന ആളുകളൊന്നുമല്ല. അവർക്കെപ്പോഴും ചില പ്രിവിലേജുകൾ കിട്ടാറുണ്ട്. തീർച്ചയായും അവർക്കങ്ങനെ സമൂഹത്തിൻ്റെ താഴെ തട്ടിലേക്കൊക്കെ വളരെ എളുപ്പത്തിൽ ഇറങ്ങിച്ചെല്ലാനും പറ്റില്ല. കാരണം അവരെയൊക്കെ ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന ആളുകൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പശ്ചാത്തലമുണ്ട്. പക്ഷേ ഇതൊരു സംഘടനയാണ്. ആ സംഘടനയിലെ സംവിധാനങ്ങൾക്ക് അതിൻ്റേതായ നിയമാവലികൾ ഉണ്ട്. അവിടുത്തെ പണം വിനിയോഗിക്കുന്നുവെങ്കിൽ, ആ സംഘടനയുടെ മറവിൽ ഏതെങ്കിലും പ്രവർത്തനം നടക്കുന്നുവെങ്കിൽ, അവിടെ സ്ത്രീ ചൂഷണമുണ്ട് എങ്കിൽ, നമുക്കറിയാമല്ലോ ഹേമ കമ്മിറ്റി എന്നൊരു ഹേമ കമ്മിറ്റി നിയോഗിച്ചത് സർക്കാർ സംവിധാനമാണ്. അവിടെയും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഉണ്ടായിരുന്നത്. പക്ഷേ പരാതിക്കാരില്ലായിരുന്നു. ഇവിടെ ഇതാ ഒരു പെൺകുട്ടി പരാതി നൽകുന്നു. ആ പരാതിയിൽ പോലീസിനെ അടക്കം ആ പെൺകുട്ടി വിമർശിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇത് പൊതുസമൂഹത്തിന് അങ്ങനെ കയ്യെത്തിപ്പിടിക്കാൻ പറ്റാത്തതല്ല എന്നതുകൊണ്ട് പൊതുസമൂഹം അറിയേണ്ട, കാണേണ്ട, ചർച്ച ചെയ്യേണ്ട എന്ന ഒരു നിഗമനം ശരിയല്ല. തീർച്ചയായും ശരിയല്ല. അത് തന്നെയാണ് അൻസിബ ചോദ്യം ചെയ്യുകയും ചെയ്തത്. അങ്ങനെ ഒരു നിലപാടൊരു സ്ഥാപനം എടുക്കുമെന്നത് അൻസിബയെ ശരിക്കും ഷോക്ക് ചെയ്തു എന്നതും പറയാതിരിക്കാൻ കഴിയില്ല. അഭിമുഖത്തിന് ശേഷവും അൻസിബ അത് വ്യക്തമാക്കുകയും ചെയ്തു. പക്ഷേ ഇവിടെ പോലീസ് അധികാരികളെ പോലും അൻസിബ ചോദ്യമുനയിൽ നിർത്തുകയാണ്. ACP രേഷ്മ ഉൾപ്പെടെയുള്ളവരെ ചോദ്യമുനയിൽ നിർത്തുകയാണ് അൻസിബ. അതായത് താൻ ഒപ്പിട്ട പരാതി അല്ലെങ്കിൽ ഒരു മാപ്പപേക്ഷയിൽ താൻ ഒപ്പിടുന്നു. ആ ഒപ്പിടുന്നതിൽ എന്തോ വശപ്പശുകൊണ്ട്, കാരണം പിന്നെയും ആ പേജ് ബ്ലാങ്ക് ആണ്.
എഴുതി ചേർക്കുമോ എന്ന ഭയത്താൽ പോലീസ് ഉദ്യോഗസ്ഥരോട് ആ പരാതിയുടെ കോപ്പി ഫോട്ടോ എടുക്കണമെന്ന് അൻസിബ ആവശ്യപ്പെടുന്നു. അങ്ങനെ SI ഇത് വരുത്താൻ വേണ്ടിയിട്ട് അൻസിബയെ വീണ്ടും വിളിച്ചു വരുത്തി ഫോട്ടോ എടുക്കുന്ന സമയത്താണ് അൻസിബ അറിയുന്നത് തന്റെ ഒപ്പിന്റെ മുകളിലൂടെ ആ ഒപ്പിന്റെ മുകളിലായി ചേർത്ത് വെച്ചുകൊണ്ടാണ് 2 വരികൾ കൂടുതൽ എഴുതി ചേർത്തിരിക്കുന്നത് എന്നുള്ളത്. അത് തനിക്ക് ഉണ്ടാക്കിയ ഞെട്ടൽ, പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് എങ്ങനെ ആ ഒരു നീക്കം സംഭവിച്ചു എന്നതിനെ പറ്റിയുള്ള ഷോക്കിൽ തന്റെ വക്കീലുമായി ബന്ധപ്പെട്ട് വീണ്ടും ഒരു കേസ് ഫയൽ ചെയ്യാൻ തയ്യാറെടുക്കുകയാണ് അൻസിബ. അങ്ങനെ ഒരു പരാതിയിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ നടപടിയിൽ പോലും ചോദ്യം ചെയ്യൽ അൻസിബ നിർത്തുന്നുണ്ട്. ഇത് താരസംഘടനയിൽ ഉള്ളിൽ നിൽക്കുന്ന സാമ്പത്തിക തർക്കമായിട്ട് മാത്രം ഇതിനെ വിലയിരുത്താൻ കഴിയില്ല. കാരണം ഈ കേസ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നു. ആ സാഹചര്യത്തിൽ ഭരണസമിതി ഒട്ടാകെ തന്നെ താഴെ വീഴുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. 22 മിനിറ്റാണ് ജനറൽ ബോഡിയിൽ അൻസിബ കാര്യങ്ങൾ സംസാരിച്ചത്. അതിൽ ഈ അഭിമുഖത്തിൽ പറയാത്ത പല കാര്യങ്ങൾ, ഇപ്പൊ സഞ്ജീവനിയിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജനറൽ ബോഡിയിൽ പറഞ്ഞിട്ടില്ല. അത് ഈ അഭിമുഖത്തിലൂടെയാണ് ചിലപ്പോൾ ഒരുപക്ഷെ താരസംഘടനയിലെ അംഗങ്ങൾ പോലും അറിയാൻ കഴിയുന്നത്. ഇതുപോലൊരു വലിയ സാമ്പത്തിക തട്ടിപ്പ് തങ്ങളുടെ ആളുകൾക്ക് വേണ്ടി മാത്രമായി, ചില വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് കൊട്ടേഷൻ നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, മരുന്നിലാണ് കളിക്കുന്നത്, ആരോഗ്യത്തിലാണ് കളിക്കുന്നത്, അതുപോലുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ വാ മൂടിക്കെട്ടും, മിണ്ടാതിരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറും, ഒറ്റപ്പെടുത്തും. ഇതാണ് അവിടെ അമ്മ സംഘടനയിൽ നടക്കുന്നതായിട്ടുള്ള ഗുരുതര വെളിപ്പെടുത്തലുകൾ അൻസിബയുടെ ഭാഗത്തു നിന്നും. ഒന്ന് സാമ്പത്തികമായി ഉണ്ടായിരിക്കുന്നത്, മാനസികമായിട്ടുള്ള ടോർച്ചറിംഗ് ഉൾപ്പെടെ അൻസിബ ഇക്കാര്യത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ശ്വേതാ മേനോന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെ പറ്റിയും അൻസിബ പറയുന്നുണ്ട്. പിക്ചർ അഭി ഭി ബാക്കി ഹേ മേരെ ദോസ്ത് എന്ന ശ്വേതാ മേനോന്റെ പോസ്റ്റിനെ പറ്റി പറയുന്നെങ്കിൽ പറയട്ടെ, അങ്ങനെ പറയുകയാണെങ്കിൽ അതനുസരിച്ചുള്ള മറുപടിയും തരുമെന്നും അൻസിബ തുറന്നു. ന്യൂസ് 18 കേരളത്തിനാണ് അൻസിബ ഈ എക്സ്ക്ലൂസീവ് അഭിമുഖം നടത്തിയിട്ടുള്ളത്.